ഞാനെന്താ പിച്ചക്കാരിയോ അതോ അവരുടെ വേലക്കാരിയോ? ഇതൊക്കെ വാ തുറന്ന് നല്ല ഗട്സോടെ അവരോട് പോയി ചോദിച്ചൂടെ? അവരുടെ വഴക്കം കേട്ടിട്ട് ഓടിക്കയറി ഇങ്ങോട്ട് വരും. ഒന്നുകിൽ എന്റെ നേരെ നോക്കി ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങ് തല്ലി പൊട്ടിക്കും. എടാ, എന്നെ നിരന്തരം അവരെ ആക്ഷേപിക്കുന്ന കണ്ടിട്ടെ എന്റെ ആങ്ങളമാർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ആ ശേഖരനാണെങ്കിൽ ആക്കി ഒരു ചിരി. പ്രതാപനും മൗനവ്രതം. ഇവരൊക്കെയാണോ കൂടപ്പിറപ്പുകള്? അവര് കൂടപ്പിറപ്പുകളൊന്നുമല്ല, കുതികാല് വെട്ടുകാരാ. ഞാൻ അവരുടെ മുമ്പില് കൊള്ളരുതാത്തൊരു ക്രിമിനലോ. അമ്മ അത് കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ടടാ. നീ ആ ദിവ്യയുടെ കേസിലെ അവരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുവല്ലേ? ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മ പണ്ട് ചെയ്തൊക്കെ തിരിച്ചടിക്ക. എന്റെ അറിവ് വെച്ചാണെങ്കിൽ അമ്മ അന്നും ഇന്നും എന്തൊക്കെ ക്രൂരതകളാ കാണിക്കുന്നത്. നീ എന്നെ വിസ്തരിക്കാൻ ഇറങ്ങിയിരിക്കാ? അല്ല, അമ്മ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോ ഞാനൊന്ന് പറഞ്ഞു പോയതാ. അത് പോട്ടെ, നമ്മൾ തമ്മിൽ ഇനി ഒരു വഴക്ക് വേണ്ട. നീ കേട്ടില്ലേ? അവനെ അവളെയും കൂടി ബംഗ്ലാവിലേക്ക് മാറ്റാൻ പോവാന്ന്. ഞാൻ കേട്ടു. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർത്തവളാ അവള്. അവളെ വിടേണ്ടത് ബംഗ്ലാവിലേക്കല്ല, തെരുവിലേക്കാ. തെരുവിലേക്ക്. കൈവിട്ട് പോയില്ലേ അമ്മേ? ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? കൈവിട്ട് പോയതല്ലോ, കൈവിട്ട് കളഞ്ഞതല്ലേ. കല്യാണ മണ്ഡപം വരെ ഞാൻ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതാ, എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ മാത്രം ബുദ്ധി ഉപയോഗിച്ച്. അപ്പോഴല്ലേ ഇടുത്തി വന്ന് പതിക്കുന്നത് പോലെ എല്ലാം വന്ന് പതിച്ചത്. തകർത്ത് കളഞ്ഞില്ലേടാ നീ നിന്റെ ജീവിതം. അന്ന് നീ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ നിന്റെ തലവരെ ഇതൊന്നും അല്ലായിരുന്നു. രാജകുമാരനായിട്ട് മാറുമായിരുന്നു. രാജകുമാരൻ, ഈ കാണുന്ന എല്ലാ സ്വത്തിന്റെ അവകാശി. പിന്നെ എങ്ങനെയും ജീവിക്കായിരുന്നു. കള്ളു കുടിച്ചും ദൂർത്തടിച്ചും എങ്ങനെയും. എടാ, ആര് ചോദിക്കാനാ? ഒക്കെ കൊണ്ട് നശിപ്പിച്ചില്ലേ? അമ്മേ, ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ സംഭവിച്ചു പോയില്ലേ? ദണ്ണുണ്ടടാ, എനിക്ക് ദണ്ണുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ ദണ്ണുണ്ട് എനിക്ക്. മണ്ണും ചാരി നിന്നവനെ പെണ്ണിനെ കൊണ്ട് പോയില്ലേ? കണ്ടവന്മാരൊക്കെ അടിച്ചോണ്ട് പോയില്ലേ? ഞാനും നീയും സ്വപ്നം കണ്ട സ്വത്തുക്കള്. ആ ഡ്രൈവറുടെ മകൻ കോടാനുകോടികളുടെ ഉടമയായില്ലേ? അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്ക. ആ രാജുവിനെയും അവന്റെ കൂടെ ഇറങ്ങിപ്പോയ അവളെയും ആ നശിച്ച കുടുംബത്തിനെയും ഞാൻ തെരുവിലേക്ക് ഇറക്കാം. പിച്ചച്ചട്ടി അടുപ്പിച്ച് തെണ്ടിപ്പിക്കാം. അവളെ അവനെ ഇല്ലാതാക്കാൻ അമ്മ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. അമ്മ പറഞ്ഞാ മതി. അതേടാ, ഇതൊന്നും അവനും അവളും കൂടി കൊണ്ടുപോകാൻ പാടില്ല. രണ്ടിനെ ഇല്ലാതാക്കണം. ദേ, ഒരൊറ്റ കോള് മതി. ബോംബെയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള കില്ലർമാരെ ഞാൻ ഇറക്കും. നീ വെയിറ്റ് ചെയ്. ഒരു തെളിവും ഇല്ലാതെ അവസാനിപ്പിക്കണം. അതിനുള്ള അവസരം ഞാൻ ഒരുക്കാം. അതുവരെ നമ്മൾ സൈലന്റ്.